നമ്മുടെ സുലൈമാൻ എന്നെ വല്യമ്മ സ്കൂൾക്ക് വന്നിക്കണോ? പിന്നെ നിന്നെക്കാട്ടിലും മുമ്പ് മൂപ്പത്തേരും ഇങ്ങോട്ട് പോന്നിക്കണോ? പിന്നെ പോരാതിരിക്കോ? ഓൻ്റെ വല്യമ്മ നമ്മൾ ടീച്ചറല്ലേ? അതിന് എൻ്റെ ആമിനെക്കുട്ടിയെ ഓളോടൊന്ന് പറഞ്ഞു കൊടുക്കേ. ടീച്ചർ ഇവിടുത്തെ ടീച്ചറല്ലേ, പിന്നെ വരാതിരിക്കോ? ഇപ്പം എങ്ങോട്ടാ പോണെന്നൊക്കെ മനസ്സിലായിക്കണു ആമിനെക്കുട്ടിയെന്നൊക്കെ വിളിച്ചിട്ട്. ഒന്നും ഉണ്ടാതിരിക്കും ചെയ്താനേ, അല്ലെങ്കിൽ തന്നെ ഒന്ന് പരീക്ഷ പേപ്പർ ഇട്ടണ ആരെ ആലോചിച്ചിട്ടൊരു സമാധാനമില്ല. എൻ്റെ ആമിനെക്കുട്ടിക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഉണ്ടാവുമല്ലോ. അതല്ലേ ക്ലാസ് നോളും ഉണ്ടായിക്കണു. പിന്നെ അമ്മക്കൊക്കെ ഉള്ളൂ മാർക്കില്ലായിരിക്കും അല്ലേ സുലൈമാനെ? അല്ല പിന്നെ അതെപ്പോഴും ഓളും ഉണ്ടാവും. ഒന്നും ഉണ്ടായിരിക്കും ചെയ്താമാരെ, ടീച്ചർ ഇപ്പം വരും. എനിക്കും ഞാൻ ടെൻഷനൊന്നുമില്ല. അതെന്താ ടീച്ചർ അങ്ങനെ പറയണേ? ഞാൻ നല്ല വൃത്തിക്ക് എഴുതിയിട്ടില്ല, എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടാവും. ആഹാ, അപ്പം ഇപ്രാവശ്യം അമ്മിനെക്കാട്ടിലും മാർക്ക് കണക്കുണ്ടാവോ? പിന്നെ അല്ലാതെ ഞാൻ ഫുള്ള് എഴുതിക്കണു, 10-15 പേപ്പർ എടുത്തുക്കണം. ഓ എൻ്റെ ഒക്കെ ഒരു ഭാഗ്യം. ഞാനാണെങ്കിൽ ഒന്നും എഴുതിയിട്ടില്ല, ആകെ 4 പേപ്പർ എടുത്തുക്കണത്. അതിലാണെങ്കിലോ എഴുതാനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെയും ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ഓരോന്ന് എഴുതി വെച്ചിരിക്കുക. ഇത് പേപ്പർ ഇട്ടുമ്പോൾ കണ്ടോ എത്ര മാർക്ക് ഉണ്ടാവുന്നു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എന്താണ് സുലൈമാനേച്ചി പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് നോക്കിയിരിക്കണേ? ഓ ടീച്ചർ വന്നാ? ഞാൻ വന്നൊന്നും കാണൂല. എനിക്ക് ഇത്ര പോന്ന് ഞാൻ ഇവിടെ നിൽക്കണമെന്ന് ആൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലല്ലേ? എൻ്റെ കണ്ണ് നായുടെ കണ്ണ് കോഴിക്കോട്ടുകാരനെ പോലെ പെണ്ണുങ്ങളെ മൂത്തക്കല്ലേ എപ്പോഴും. എൻ്റെ പേപ്പറേയും കൊടുന്നിക്കണു, തികച്ചുണ്ട് എന്തായാലും. അയ്യോ എനിക്ക് മാർക്ക് തീരുണ്ടാവില്ലല്ലോ. എന്തായാലും പേപ്പർ തരാം. തമ്പുരു. യെസ് ടീച്ചർ. ടീച്ചറെ മാർക്ക് വിളിച്ചറിയണ്ട. ആഹാ, അതിന് മാത്രം എന്താ എനിക്കൊരു മടി? ബാക്കിയൊന്നും എനിക്ക് മടിയൊന്നുമില്ലല്ലോ. 5 മാർക്ക്. അയ്യോ 5 മാർക്കുള്ളൂ. എനിക്ക് ആ വളയും മാലും പൊട്ടും കൺമിഷൊക്കെ ഇടാൻ നല്ല ടൈം ഉണ്ടായിരുന്നില്ലേ? പഠിക്കാൻ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെന്താ 5 മാർക്കുള്ളൂ എന്നൊക്കെ ചോദിച്ചത്? രാവിലെ തന്നെ കൺമിഷൻ ബോർഡറൊക്കെ ഇട്ടാണ് പോരും സ്കൂളിൻ്റെ വില കളയാനായിട്ട്. അനക്കൊക്കെ ഒന്ന് പഠിച്ചൂടേടി. അടുത്തത് വിഷ്ണു. ആ മഹാനൊന്ന് എണീറ്റ് നിന്ന് കാണട്ടെ. അല്ല എൻ്റെ വിഷ്ണു രാവിലെ എന്തിനാ അങ്ങോട്ട് പോയിരുന്നേ? അനക്കാ പെരയിൽ കുത്തിരുന്നൂടെ ഫോണിൽ മീൻ കളിച്ചിട്ട്? രാവിലെ തന്നെ ഇങ്ങനെ കെട്ടി ഒരുങ്ങിട്ട് പോരാൻ നിൽക്കണം. എന്നാ പിടിച്ചോ, ഹാൻഡ് വിത്ത് കയറേ. ഹാൻഡ് വിത്ത് കയറുന്ന് വീഴാതെ നോക്കിക്കോ, മുട്ടേന് പൊട്ടോന്ന്. വലിയ മുട്ടനെയാണ്. എന്താ കൊണ്ട് തർക്കുത്തരം? കിട്ടിയതും പോരായിട്ടും എനിക്ക് തൊള്ളക്കൊരു കുറവുമില്ല. ഈ പേപ്പർ കൊടുക്കലാണ് കഴിയട്ടെ, എന്നിട്ടുണ്ട് ഒരു വരവ് വരാൻ. സുലൈമാൻ. എടാ ശീത്താനെ, ഞാൻ പരിയിലുണ്ടാകുമ്പോൾ എനിക്ക് എപ്പോഴേലും എന്നോടൊന്ന് സംശയങ്ങൾ ചോദിച്ച് പഠിച്ചൂടെ? അന്നൊക്കെ എന്തിനാ ഈ സ്കൂൾ കൂടുന്നത്? ഇജിങ്ങനെ വിഷ്ണുവിൻ്റെ പേരുന്ന് കേടന്നു കേട്ടോ. എന്നിട്ട് 10ാം ക്ലാസ്സിലും തോറ്റ് കുത്തിരിക്കേണ്ടി എനിക്ക്. വാണി പഠിച്ചോ. ഞാൻ ആ പെരയ്ക്ക് വരുന്ന ടൈമിൽ എനിക്ക് സംശയങ്ങളൊക്കെ ചോദിച്ചൂടെ? എന്നാൽ ഞാൻ ഫുൾ എനിക്ക് പറഞ്ഞു തരില്ലേ? ഇനി അടുത്ത എക്സാമിന് നല്ല മാർക്ക് പഠിച്ചാണ് കേട്ടോ, അല്ലെങ്കിൽ അമ്മേനോട് ഞാൻ പറഞ്ഞു കൊടുക്കും. ആമിന. യെസ് ടീച്ചർ. 49 മാർക്ക്. ഇങ്ങനെ വേണം കുട്ടികൾ. കോളേ കാര്യത്തിലുള്ളൊരു അഭിമാനം. ബാക്കി എല്ലാവരും കണക്കാ. ഈ ക്ലാസ്സിൻ്റെ തന്നെ അല്ല സ്കൂളിൻ്റെ തന്നെ അഭിമാനമാണ് ഓള്. ഓളെ കണ്ടു പഠിച്ചെല്ലാവരും. എന്താ അമിന നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ഓളെ ബാക്കി ഒരു മാർക്ക് എവിടെ പോയെന്നായിരിക്കും ആലോചിക്കണ്ട ടീച്ചറെ. അനക്കെന്തായാലും പിന്നെ ആലോചന ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഓൾക്കുണ്ടായിട്ടില്ല കുഴപ്പമൊന്നുമില്ല. അവൾക്ക് വേണമല്ലോ. അവൾക്ക് വേണം. എന്താ സുലൈമാൻ ഒരു അമിന? അത് കുഴപ്പമില്ല കേട്ടോ മോളെ, അടുത്ത പരീക്ഷയ്ക്ക് ഒന്നും കൂടിയും പഠിച്ചെഴുതിയാൽ മതി. അപ്പം എമ്പിലാൻ പോയിട്ടാ. ഓക്കെ മിസ്. ബെല്ലടിച്ചു ടീച്ചറെ. ആഹാ, ബെല്ലടിക്കട അറിയിക്കണേലും ഒരു മഹാ ഉണ്ടല്ലോ, അത് മതി. ബാക്കി 4 പേപ്പർ നാളെ തരാട്ടോ. ഓക്കെ മിസ്സേ. ഇപ്പൊ പരീക്ഷ പേപ്പർ കിട്ടിയോടെ എല്ലാവരും തെറ്റിയത് 50 വട്ടം എംബോഷൻ എഴുതി വന്നാൽ മതിട്ടോ. വിഷ്ണു മോനെ, നീ ഒരു 100 വട്ടം എഴുതി കേട്ടോ. നിനക്ക് എന്തായാലും ഞാനൊന്ന് തരണം എന്ന് വിചാരിച്ചതാണ്, അതേതായാലും നടന്നില്ല. 100 വട്ടം എംബോഷൻ എഴുതിക്കോ. എന്നിട്ട് നാളെ വന്നിട്ട് എന്നെ നേരത്തെ കാണിക്കണം കേട്ടോ. എൻ്റെ കളിയൊന്നും ഇവിടെ നടക്കൂല.